വെറുതെ മിണ്ടാതിരിക്കുന്നതല്ല, ഇറ്റ്സ് എ ഫോം ഓഫ് ഇമോഷണൽ വിത്ഡ്രോവൽ. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്താണ്? ഒരാള് നമ്മളോടുള്ള ദേഷ്യം കാണിക്കുന്നതിന് വേണ്ടിയിട്ടോ, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ, നമ്മളെ ഒന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ പെട്ടെന്ന് സൈലന്റ് ആയി പോകുന്നതിനെയാണ്, സൈലന്റ് ആയി പോകുന്നതല്ല, മനഃപൂർവ്വം സൈലന്റ്, അതാണ് ഡെലിബറേറ്റ്ലി സൈലന്റ് ആവുന്നതിനെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഉണ്ടാവും, ഉദ്ദേശങ്ങളല്ല ദുരുദ്ദേശങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരിക എന്നുള്ളത്, നമ്മൾ നന്നായിട്ട് നമുക്കൊരു പണിഷ്മെന്റ് തരിക എന്നുള്ളത്, അതുപോലെ തന്നെ നമ്മളെ ഒന്ന് വേദനിപ്പിക്കുക എന്നുള്ളത്, ഈ ഉദ്ദേശങ്ങളുടെ പിന്നിലാണ് ഈ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന പ്രത്യേക രീതിയിലുള്ള പ്രോസസ് ഒളിഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്നത്? പെട്ടെന്ന് തന്നെ യാതൊരു റെസ്പോൺസും ഇല്ലാതിരിക്കുക. ഇത് ചിലപ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, ഫ്രണ്ട്സിൽ നിന്നിട്ടോ ലൈഫ് പാർട്ട്ണറിൽ നിന്നിട്ടോ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അവിടെ ഇല്ല, നമ്മൾ ഇൻവിസിബിൾ ആണ് എന്നുള്ള രീതിയിൽ അവർ പെരുമാറുന്നു. നമ്മൾ എന്ത് പറഞ്ഞാലും യാതൊരു റെസ്പോൺസും തരാതിരിക്കുന്നു, യാതൊരു എക്സ്പ്ലനേഷനോ യാതൊരു മുന്നറിയിപ്പോ ഇല്ലാതെ പെട്ടെന്ന് ഈ ഒരു സൈലൻസിലേക്ക് മാറുന്നു. ഇതൊക്കെയാണ് സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ പാറ്റേൺ ആണ്. ഇത് പലരിലും റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു പാറ്റേൺ കൂടിയാണ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സൈലന്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, നിങ്ങളൊന്നും ഒരിക്കലും ടോളറേറ്റ് ചെയ്യാനും പാടില്ല. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ബാധിക്കുന്നതെന്ന്. ഓൾറെഡി നമ്മളിൽ പലർക്കും ഒരുപാട് ആങ്സൈറ്റി ഇഷ്യൂസ് ഉള്ളതാണ് അല്ലെ. അതിന്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് നമ്മൾ സൈലന്റ് ട്രീറ്റ്മെന്റ് നേരിടേണ്ടി വരുമ്പോൾ നമ്മളിലത് ആങ്സൈറ്റിയും കൺഫ്യൂഷനും ഉണ്ടാക്കും. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഞാൻ എന്തോ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തെറ്റായിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറിയത് തെറ്റായിപ്പോയോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേണ്ട കാര്യങ്ങൾ നടത്തി കൊടുക്കായ്കയുണ്ടോ എന്നൊക്കെ നമ്മൾ പലതരത്തിൽ മാറി മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മളിലേക്ക് ഒരുപാട് ആങ്സൈറ്റി ജനറേറ്റ് ചെയ്യുന്നതിനും കാരണമാകുന്നു. അതുപോലെ തന്നെ നമുക്ക് ആ ആളോടുള്ള ഒരു ക്ലോസ് കണക്ഷനെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ ഒക്കെ ഡാമേജ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു ഇമ്പാക്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളിൽ സൂക്ഷിച്ചിരുന്ന ഒരാളിൽ നിന്ന് നമുക്കിത് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവുമ്പോൾ നമുക്ക് ആ ആളോടുള്ള ട്രസ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടു തുടങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ സേഫ് അല്ല എന്ന് എപ്പോൾ തോന്നി തുടങ്ങുന്നുവോ അത് ഏതൊരു റിലേഷനിലെയും ഏറ്റവും വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. അപ്പൊ നമുക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ വരും, നമുക്കൊരു സേഫ്റ്റി ഇഷ്യൂസും ഒരു കൺസേൺ ഒക്കെ ഉണ്ടായി തുടങ്ങും ഈ ഒരു ക്ലോസ്നെസ്സിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ വളരെ ഇമോഷണൽ അബ്യൂസീവ് ആയിട്ട് മാറുകയും ഇത് മറ്റ് പലതരത്തിലുള്ള മാനസികമായിട്ടും ഇമോഷണൽ ആയിട്ടും ഒക്കെയുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇത് ആരിലാണ് സൃഷ്ടിക്കുന്നത്? ആരാണോ ഇതിന് വിധേയരാകുന്നത് അവരിലാണ് ഈ ഇമ്പാക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി സൈലൻസ് എല്ലായ്പ്പോഴും അൺഹെൽത്തി സൈലൻസോ അല്ലെങ്കിൽ സൈലന്റ് ട്രീറ്റ്മെന്റോ അല്ല. ഒരുപാട് ആൾക്കാർ ജസ്റ്റ് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലൊന്ന് സെറ്റിൽ ഡൗൺ ചെയ്ത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് തിരിച്ചു വന്നിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാറുണ്ട്. അതൊരു ഹെൽത്തി സൈലൻസ് ആണ്. പക്ഷെ അൺഹെൽത്തി സൈലൻസ് ആണ് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നുള്ള ഒരു പാറ്റേണിലേക്ക് പോകുന്നത്. അൺഹെൽത്തി സൈലൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തതാണെന്നോ എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇപ്പം വന്നിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ടെന്നോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. യാതൊരു മുന്നറിയിപ്പും കൂടാതെയുള്ള ഒരു സൈലൻസിലേക്കുള്ള പോക്കും നമ്മൾ ഈ ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതേ ഇല്ല എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റവും അത് കഴിഞ്ഞ് അതിന്റെ അവസാനം യാതൊരു തരത്തിലുള്ള ഒരു ക്രോഡീകരണവും ഇല്ല, നമുക്ക് യാതൊരു ക്ലാരിഫിക്കേഷൻ തരുന്നില്ല, അങ്ങനെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നടന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ട് നെക്സ്റ്റ് കാര്യത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സൈലൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഇന്റൻഷനലിയും ചെയ്യുന്ന സൈലന്റ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് സൈക്കോളജിക്കലി അബ്യൂസീവ് ആയിട്ട് മാറുന്നതെന്ന് നോക്കാം. ഒരു വാക്കുപോലും തെളിച്ചു പറയാതെ നമ്മുടെ ഒരു ഇമോഷണൽ പെയിന് കാരണമാകുന്ന ഒരു പാസീവ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് സൈലന്റ് ട്രീറ്റ്മെന്റ്. സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുന്ന ആൾക്കാരുടെ ഗോൾ എന്ന് പറയുന്നത് ഒരിക്കലും
ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നതായിരിക്കില്ല. മറിച്ച് നമ്മുടെ ആരാണോ ഈ സൈലന്റ് ട്രീറ്റ്മെന്റിന് വിധേയരാകുന്നത് ആ ആൾക്ക് മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാക്കുക, ആളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുക, കുറച്ചൊന്ന് വേദനിപ്പിക്കുക, അല്ലെങ്കിൽ ഒന്ന് പണിഷ് ചെയ്യുക, ഇത്തരത്തിലുള്ള ഉദ്ദേശങ്ങൾ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ ആരാണോ സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അവര് ഒരു എസ്കേപ്പ് മൈൻഡ് സെറ്റ് ആയിരിക്കും. അതായത് ഈ പ്രോബ്ലത്തിൽ നിന്ന് അവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോവുകയും ചെയ്യും. എന്നാൽ ഈ പ്രോബ്ലത്തെ ഒരിക്കലും നേരിടുകയുമില്ല, അതിന് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയില്ല. നമ്മുടെ ഫിസിക്കൽ പെയിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രെസ് റെസ്പോൺസ് നമ്മുടെയൊക്കെ മനസ്സിൽ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് കാരണമാവും. അതായത് നമ്മുടെ ശരീരം വേദനിക്കുമ്പോൾ നമുക്ക് എത്ര വേദനിക്കുന്നു അത്രയും വേദന നമുക്ക് മാനസികമായിട്ട് ഉണ്ടാവും. കാരണം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് നമ്മളോട് മിണ്ടാതിരിക്കുകയാണ്, സംസാരിക്കാതിരിക്കുകയാണ്, നമ്മളെ കുറ്റക്കാരാക്കുന്നത് പോലെ, എന്നാൽ ഒന്നും വിട്ടു പറയാതെ നമ്മൾ അദൃശ്യരാണെന്നത് പോലെ ഇരിക്കുമ്പോൾ അത് ഫിസിക്കൽ പെയിന്റെ അത്രത്തോളം നമ്മുടെ മാനസികമായിട്ടുള്ള നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ ട്രിഗർ ചെയ്യുന്ന ഒന്നുകൂടിയാണ്. നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഒരു റിജക്ഷൻ ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിച്ചതായിട്ടും അല്ലെങ്കിൽ എനിക്കൊരു വാല്യൂ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മളെ കൊണ്ട് തന്നെ നമ്മളറിയാതെ ഫീൽ ചെയ്യിപ്പിക്കാനും ഇത്തരത്തിലുള്ള സൈലന്റ് ട്രീറ്റ്മെന്റിന് ശേഷിയുണ്ട്. അതുപോലെ തന്നെ പവർ ഇംബാലൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു റിലേഷൻഷിപ്പിൽ രണ്ടുപേരുണ്ടായിരിക്കുമ്പോൾ അവിടെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും, രണ്ടുപേർക്കും ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. ഈ ബാലൻസ് ഇല്ലാത്തൊരവസ്ഥ വരിക, ഒരാൾ കൂടുതൽ പവർ ഹോൾഡ് ചെയ്യാണ്, മറ്റേ ആളെ വളരെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു വാല്യൂ അതിലില്ലാന്ന് തോന്നുകയും മറ്റേ ആളെ എന്തൊക്കെയോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് മാറുകയും ചെയ്യുമ്പോൾ വരുന്ന ഒരു പവർ ഇംബാലൻസ് ഉണ്ട്. ഇത് ഇവൻച്വലി ആ ഒരു റിലേഷൻഷിപ്പിന് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകും. അപ്പോഴും യഥാർത്ഥ പ്രശ്നം അൺസോൾവ്ഡ് ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. ചിന്തിച്ച് കാട് കയറുക, ആവശ്യമില്ലാത്ത 1000 ചിന്തകൾ കൊണ്ട് വല്ലാതെ ഡെസ്പറേറ്റ് ആയി പോവുക, എന്തെന്നറിയാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അറിയാതെ ഒരു ടോക്സിക് പാറ്റേൺ ആണ് അവിടെ എൻകറേജ് ചെയ്യുന്നത്. ആ ടോക്സിക് പാറ്റേൺ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പം എന്താണ് സൈലന്റ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നവർക്ക് ഫീൽ ചെയ്യാം നല്ലൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, നെക്സ്റ്റ് ടൈം ഇത് റിപ്പീറ്റ് ചെയ്യാമെന്നുള്ള ഒരു പ്രോത്സാഹനമാണ് അവർക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നവർ നാൾക്ക് നാൾ ഇതിന് വിധേയരായിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സൈലന്റ് ട്രീറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു ഹെൽത്തി പാറ്റേൺ അല്ല. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരിക്കലും സേഫ് അല്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടും ആയിരിക്കും ഫീൽ ചെയ്യുക. അത് എപ്പോൾ തൊട്ട് സേഫ് അല്ലാതെ തോന്നുന്നു, എപ്പോൾ തൊട്ട് നമ്മൾ വർത്ത്ലെസ് ആയിട്ട് തോന്നുന്നു, എപ്പോൾ തൊട്ട് നമുക്ക് പേടി ഉണ്ടായി തുടങ്ങുന്നു, എപ്പോൾ തൊട്ട് നമ്മൾ ഇൻവിസിബിൾ ആയി നമുക്ക് ഫീൽ ചെയ്യുന്നു, നമ്മുടെ ചുറ്റുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഉറപ്പായിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത തവണ സൈലന്റ് ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ ഒരിക്കലും അവരുടെ മുന്നിൽ ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. നമ്മൾ ഒരിക്കലും ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കുക. അവർ വേണമെങ്കിൽ അന്ന് സംസാരിക്കട്ടെ എന്നുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കുക. അതൊരിക്കലും ഈഗോ അല്ല കേട്ടോ, അത് നമ്മുടെ ഡിഗ്നിറ്റിയാണ്. നമ്മുടെ ഡിഗ്നിറ്റിയെ നമ്മൾ പ്രിസർവ് ചെയ്യുക. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും വിസിബിളായി കാണാം. എന്തായിരുന്നോ കാര്യം അത് അവർക്ക് സോർട്ട് ഔട്ട് ചെയ്യാം, സംസാരിക്കാം, ക്ലിയർ ചെയ്യാം. നമ്മളവിടെ റെഡിയാണ്. പക്ഷെ നമ്മൾ പോയി ബെഗ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് താന്ന് കൊടുത്തിട്ട് മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു തവണ അല്ല ഇനിയും ഒരുപാട് തവണ ഇതിന് വിധേയമായി കടന്നുപോയിക്കൊണ്ടേയിരിക്കും. സോ അവിടെ എന്ത് ചെയ്യണം, ഒരു ബൗണ്ടറി നമുക്ക് സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബിഹേവിയറിനെ നമ്മൾ മനസ്സിലാക്കി എന്നുള്ള രീതിക്ക് അവർക്കൊരു ഇൻഫോർമേഷൻ കൊടുക്കുക. അവരോട് പറയാം, അവർ സൈലന്റ് ട്രീറ്റ്മെന്റ് തരുമ്പോഴും നന്നായിട്ട് നമ്മൾ പറയുന്നത് ശ്രദ്ധയോടെ അവർ കേൾക്കും. ആ സമയത്ത് നമുക്ക് അവരോട് പറയാം, ഈ ഒരു ബിഹേവിയർ എനിക്ക് അത്രത്തോളം ഉചിതമായിട്ട് തോന്നുന്നില്ല, ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. സോ നീ ഓക്കെ ആവുന്ന സമയത്ത് എനിക്കിതിനെ പറ്റിയിട്ടൊന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് അവർക്ക് ഒരറിയിപ്പ് കൊടുക്കാം. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ സംസാരിക്കട്ടെ എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ടൈം ലൈൻ സെറ്റ് ചെയ്യാം. അതായത് ഓക്കെ, ഇപ്പോൾ ഈ ഒരു സൈലന്റ്
ട്രീറ്റ്മെന്റ് പാറ്റേൺ അവർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്ര സമയം വരെ അല്ലെങ്കിൽ ഇത്ര ദിവസം വരെ ഇത് കണ്ടിന്യൂ ചെയ്തോ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ വന്നിട്ട് നമുക്കിത് സോർട്ട് ഔട്ട് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ മറ്റൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും എന്നുള്ള രീതിക്കും അവർക്ക് നമുക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാവുന്നതാണ്. ഇമോഷണൽ എനർജി പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അവിടെ നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമുള്ള മറ്റു ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്ത് മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കുക. ആ ഒരാളെ പറ്റിയിട്ടോ അതിന് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയോ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എൻ്റെ ഭാഗത്ത് എന്ത് മിസ്റ്റേക്കാണ് ഉണ്ടായതെന്നൊക്കെ റീതിങ്ക് ഒന്നും ചെയ്യാതെ അതൊക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മൈൻഡ് മറ്റെവിടെയെങ്കിലും ഫോക്കസ് ചെയ്യുക എന്നുള്ളതും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഇമോഷണൽ പാറ്റേൺ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ഇതിന്റെ എത്രത്തോളം ഫ്രീക്വൻസിയിലാണ് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുന്നത്, ഇതൊരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നതിലുപരി ഇതൊരു ഇമോഷണൽ മാനിപ്പുലേഷൻ കൂടിയാണ് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവുണ്ടാവണം. ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണ്, നെവർ എൻഡിങ് ആണ്. അപ്പൊ നമുക്ക് ഒരു പുതിയ കാര്യത്തെ പറ്റി അറിയണമെന്ന് തോന്നുമ്പോൾ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുക, അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക, അതിനെപ്പറ്റി പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ഇമോഷണൽ മാനിപ്പുലേഷൻ, എങ്ങനെയാണ് ഞാനിവിടെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെ എനിക്ക് എൻ്റെ എനർജി ഇവിടെ പ്രിസർവ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്യണം. ഇത്രയൊക്കെ ആയിട്ടും കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് പോകുന്നില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഔട്ട്സൈഡ് സോഴ്സിൽ നിന്നിട്ടുള്ള സപ്പോർട്ട് തേടാവുന്നതാണ്. അതായത് ഒരു ഫ്രണ്ടിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീഡിയേറ്ററിൽ നിന്നിട്ടോ നിങ്ങൾക്ക് ഇതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ മറ്റേ ആ ഒരു വ്യക്തി ഇതിന് ഒട്ടും വില്ലിങ് അല്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നിങ്ങളുടെ മറ്റൊരു റെഡ് സിഗ്നൽ ആണ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, ഇതിലേക്ക് തുടർന്ന് പോകുന്നത് നല്ലതല്ല എന്നുള്ളത്. ഒരുപാട് ദൂരം നിങ്ങൾ ഈ ഒരു അവസ്ഥകളിൽ കൂടിയൊക്കെ സഞ്ചരിച്ചിട്ടും ഇതിനൊന്നും യാതൊരു മാറ്റവുമില്ല. ഈ പറയുന്ന കാര്യങ്ങളിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്നുപോയി ഒരുപാട് രീതിയിൽ ഇത് ഡീൽ ചെയ്യാൻ ശ്രമിച്ചു, എന്നിട്ടൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഫൈനൽ ഓപ്ഷൻ ഉള്ളൂ, ജസ്റ്റ് വാക്ക് അവേ ഫ്രം ദിസ് റിലേഷൻഷിപ്പ്. ഇതൊന്നും ഒരു റിലേഷൻഷിപ്പേ അല്ല, അത് ഏതൊരു വ്യക്തിയാവട്ടെ. ചിലപ്പം നമ്മുടെ പാരൻസിൽ നിന്നിട്ടായിരിക്കാം, വീട്ടിൽ നിന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ലൈൻ സെറ്റ് ചെയ്യാനോ നമുക്ക് കുറച്ചുകൂടി പറയുന്നതിനൊക്കെ കുറച്ചുകൂടി ഒരു ലിമിറ്റ് ഉണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ചുകൂടി അവിടെ നിന്നിട്ടൊന്ന് മാറി നിൽക്കാനുള്ള ഒരു വഴി തേടുക എന്നുള്ളതാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അതായത് സ്വന്തം കാലിൽ നിൽക്കുക, സെൽഫ് റിലയന്റ് ആവുക, നമുക്കും ജീവിക്കാൻ പറ്റും. എന്നാൽ അവരെ വേദനിപ്പിക്കുകയും വേണ്ട, നമ്മളെ വേദനിപ്പിക്കാൻ നമ്മളങ്ങ് ഇട്ട് കൊടുക്കൊന്നുമില്ല എന്നുള്ള രീതിക്ക് ജസ്റ്റ് വാക്ക് അവേ. അതല്ല ഇതൊരു റിലേഷൻഷിപ്പോ ലൈഫ് പാർട്ണറോ ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്, നമുക്ക് ക്ലിയർ ആയിട്ടൊരു ബൗണ്ടറി സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. എന്നിട്ടും നമുക്ക് വേണ്ടത്ര പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല, നമ്മളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ആണെങ്കിൽ ജസ്റ്റ് വാക്ക് അവേ, മൂവ് ഓൺ. ചുരുക്കത്തിൽ സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, വളരെ മൂർച്ചയുള്ള ഒരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിച്ച് നമ്മളെ ശിക്ഷിക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല, നമ്മുടെ അനുവാദമില്ല എന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നിടത്ത് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ മനസ്സമാധാനം എന്ന് പറയുന്നത്, പീസ് ഓഫ് മൈൻഡ്. അത് നമ്മൾ വിചാരിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയേ ഉള്ളൂ.